നിങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ജീവിതം നിങ്ങളെ നോക്കി കളിയാക്കും. നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ജീവിതം നിങ്ങളെ നോക്കി ചിരിക്കും. എന്നാൽ നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് കാരണമാകുമ്പോൾ ജീവിതം നിങ്ങളെ സല്യൂട്ട് ചെയ്യും. എല്ലാ പുരുഷന്മാരെയും മനസ്സിലാക്കാൻ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ മാത്രം നന്നായി അറിഞ്ഞാൽ മതി. എന്നാൽ ഒരു പുരുഷൻ എത്ര സ്ത്രീകളെ അറിഞ്ഞാൽ പോലും അവരിൽ ഒരാളെ പോലും പൂർണ്ണമായും മനസ്സിലാക്കുന്നില്ല. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനമാണ് വിശ്വാസം. അത് നേടാൻ വർഷങ്ങൾ വേണ്ടിവരും. പക്ഷേ തകരൽ സെക്കൻഡുകളുടെ കാര്യം മാത്രമാണ്. ചില വാക്കുകളും സന്ദർഭങ്ങളും വളരെ ചെറുതാണെങ്കിൽ പോലും അതുമൂലം മനസ്സിലുണ്ടാക്കുന്ന വേദന ആഴമേറിയത് ആയിരിക്കും. രഹസ്യമായി നീ ചെയ്തു കൂട്ടുന്ന തെറ്റുകളെല്ലാം നാളെ നിന്റെ വിധി പറയുന്ന വിധികർത്താവിനെ തന്നെ സാക്ഷിയാണെന്നോർക്കുക. അവനെല്ലാം കാണുന്നുണ്ട്, അവനെല്ലാം അറിയുന്നുണ്ട്. കൂടുതൽ മാന്യമായി പെരുമാറുന്ന വ്യക്തികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവരുടെ മനസ്സ് കള്ളത്തരങ്ങളുടെ കൂടാരമാണ്. സ്വയം തുടക്കേണ്ടി വന്ന കണ്ണുനീരും തനിയെ പറയേണ്ടി വന്ന വിഷമങ്ങളും ആയിരിക്കും ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഒറ്റപ്പെടലുകൾ. നിങ്ങളെ ആക്രമിക്കുന്ന ശത്രുവിനെ അല്ല നിങ്ങൾ ഭയപ്പെടേണ്ടത്, നിങ്ങളെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യാജ സുഹൃത്തിനെയാണ്. ജാഗ്രതയോടെ സുഹൃത്തുക്കളെ കണ്ടെത്തുക. ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നതൊക്കെ വിട്ടുകളയുന്നത് നമ്മെ വേദനിപ്പിക്കും. എന്നാൽ ചിലപ്പോൾ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നതായിരിക്കും കൂടുതൽ വേദനിപ്പിക്കുന്നത്. ജീവിതമാണ്. പരീക്ഷിക്കപ്പെടും, പരാജയപ്പെടും, പിന്തള്ളപ്പെടും, പരിഹസിക്കപ്പെടും. മനുഷ്യനാണ്. മറികടക്കണം, വിജയിക്കണം, കുതിച്ചുയരണം, നേരിടണം. എല്ലാവർക്കും കഴിവുകൾ ഒരേപോലെയല്ല. എന്നാൽ നമുക്കെല്ലാവർക്കും കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം ഒരുപോലെയാണ്. നമ്മൾ നെഞ്ചിനകത്ത് കൊണ്ടു നടക്കുന്നവരുടെ ഉള്ളിൽ നമുക്കൊക്കെ വെറും ചവറ്റുകൊട്ടയുടെ പേപ്പറിൻ്റെ വിലയെ ഉണ്ടാവാറുള്ളൂ എന്ന് തിരിച്ചറിയുമ്പോഴേക്കും വളരെ വൈകിപ്പോയിരിക്കും. വിലയറിയാതെ വലിച്ചെറിയുന്ന പലതും വിലയറിയുമ്പോൾ വില കൊടുത്താലും വാങ്ങാൻ കഴിയാതെ ആകും. മനുഷ്യൻ ജനിക്കുമ്പോൾ ശ്വാസമുണ്ടാകും, പേരുണ്ടാകില്ല. മരിക്കുമ്പോൾ ശ്വാസമുണ്ടാകില്ല, പേരുണ്ടാകും. ഈ വിശ്വാസവും പേരും തമ്മിലുള്ള അകലമാണ് ജീവിതം എന്ന് മനസ്സിലാക്കുക. എല്ലാ ബന്ധങ്ങളും കണ്ണാടി പോലെയാണ്. നാം എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ തന്നെ അത് പ്രതിഫലിക്കുന്നു. ജീവിതത്തിൽ ഒന്നും കണ്ട് അഹങ്കരിക്കരുത്. കാരണം ഇത് ഇന്ന് ഉള്ളതൊന്നും നാളെ ഉണ്ടാകണമെന്നില്ല. ചില ദുഃഖങ്ങൾ സ്വകാര്യതകളാണ്. പങ്കുവെച്ചാൽ വില കുറഞ്ഞു പോയേക്കാവുന്ന അവനവൻ്റെ മാത്രം സ്വകാര്യത. ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ നിങ്ങൾ പൊരുതിയിട്ടില്ലെങ്കിൽ പിന്നെ നഷ്ടങ്ങളെക്കുറിച്ചോർത്ത് കരയാൻ നിങ്ങൾക്ക് അർഹതയില്ല. അടർന്നു വീണ ഇലയെ നോക്കി നിൽക്കാനേ മരത്തിനാകൂ, വീണ്ടും ചേർത്തു വെക്കാനാകില്ല. അതുപോലെയാണ് ചില ബന്ധങ്ങളും. പ്രതിസന്ധികൾ ആവശ്യമാണ്. അത് ഉണ്ടാകുമ്പോഴാണ് പുതിയ വഴികൾ തേടുന്നതും കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതും ആകാശത്തോളം വലിപ്പമുള്ള വെല്ലുവിളികളെപ്പോലും നേരിടുന്നതും.